ഇന്നത്തെ ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് ഫിനാൻസ് ഫങ്ഷനാണ്. സോ എന്താണ് ഫിനാൻസ് ഫങ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിങ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. അതായത് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും എല്ലാം മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിനാൻസ് ഫങ്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സോ ഇറ്റ് ഈസ് അബൌട്ട് റേസിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്സ്. എന്താണ് റേസിംഗ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ജനറേറ്റിംഗ് ഫണ്ട്സ്, ഹൗ ടു ജനറേറ്റ് ഫണ്ട് ആൻഡ് ഹൗ ടു അഡ്മിനിസ്ട്രേറ്റ് ദ ഫണ്ട്. എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഇനി നമ്മൾ സോളമൻ എസ്ര പറഞ്ഞ ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ടു റിവ്യൂ ആൻഡ് കൺട്രോൾ ഡിസിഷൻസ്. എങ്ങനെയാണ് നമ്മളതിനെ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നത്? ത്രൂ എങ്ങനെ പുതിയതായിട്ടോ അല്ലെ പഴയതായിട്ടോ ഉള്ള ഉപയോക്താക്കളിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഫിനാൻസ് ഫങ്ഷൻ ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് നമ്മളിത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് എന്നതാണ് ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ടെക്സ്റ്റും കൂടി നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. ഡൊമിനിക് ഫിലിപ്പിൻ്റെ ടെക്സ്റ്റിനകത്താണ് ഫിനാൻസ് ഫങ്ഷനെ കുറിച്ച് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് ഫങ്ഷനും ഉണ്ട്, ഇൻസിഡൻഷ്യൽ ഫങ്ഷനും ഉണ്ട്. എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ എന്നിവയാണ്. ഇൻസിഡൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് ഫങ്ഷൻ, അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ്, അതായത് സെക്കൻഡറി ഫങ്ഷൻ എന്ന് നമ്മൾ പറയും. സോ അതെന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നമ്മൾ ക്യാഷ് മാനേജ് ചെയ്യുന്നത്, കസ്റ്റഡി ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ഡോക്യുമെൻറ്റ്, ന്യൂ സോഴ്സസ് ഓഫ് ഫിനാൻസിങ്, പിന്നെ ഇവാലുവേറ്റ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ്, ബുക്ക് കീപ്പിംഗ്, അതൊക്കെയാണ് ഇൻസിഡൻഷ്യൽ ഫങ്ഷനിൽ ഉൾപ്പെടുന്നത്. താങ്ക് യു ഓൾ.